സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിന് ശേഷമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരത്തിലേക്ക് വരുന്നത്. സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് രോഗിയായി, അദ്ദേഹത്തിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അതോടെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ആരെ നിശ്ചയിക്കണമെന്നായി അദ്ദേഹത്തിന്റെ ചിന്ത. കൊച്ചുമക്കളാണ്, അവരെയൊന്നും അധികാരമേൽപ്പിക്കാൻ കഴിയില്ല, ചെറിയ കുട്ടികളാണ്. രാഷ്ട്രീയ ഉപദേശകനായ റജാ ഉൽ കിന്ദി പറഞ്ഞു, താങ്കൾ സച്ചരിതനായ ഒരാളെ ഖലീഫയാക്കണം. അത് താങ്കളുടെ ഖബറിൽ സുരക്ഷിതത്വവും പരലോകത്ത് ശുപാർശയും ലഭിക്കാൻ ഇടയാക്കും. പിന്നീട് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് തന്റെ പിൻഗാമിയെ നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് റജാ ഉൽ കിന്ദിയെ ഏൽപ്പിച്ചു. കത്തിന്റെ ഉള്ളടക്കം നേരത്തെ ആളുകളോട് പറയാതെ ജനമധ്യത്തിൽ വെച്ച് അത് തുറന്നു വായിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ജനമധ്യത്തിൽ വെച്ച് റജാ ഉൽ കിന്ദി അത് തുറന്നു വായിച്ചു. ആ കത്തിലുണ്ടായിരുന്ന അടുത്ത ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പക്ഷേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു താല്പര്യവുമില്ല. ഖിലാഫത്ത് ഒരു അമാനത്താണ്. അതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും, വിചാരണ ചെയ്യപ്പെടും എന്നുള്ള കൃത്യമായ ബോധ്യം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അധികാരം ഏൽപ്പിച്ച ഈ ഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റുകൊണ്ട് പറയാണ്, ജനങ്ങളെ, നിങ്ങൾ എന്നെ ഈ അധികാരം ഏൽപ്പിച്ചിട്ടുള്ളത് എന്റെ അഭിപ്രായം ചോദിക്കാതെയാണ്, എന്നോട് അന്വേഷിക്കാതെയാണ്, മുസ്ലിങ്ങളുടെ കൂടിയാലോചനയില്ലാതെയാണ്. ഒരാള് എന്നെ അധികാരം ഏൽപ്പിച്ചു, ഒരു ഭരണാധികാരി എന്നെ അധികാരം ഏൽപ്പിച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് എന്നെ നിശ്ചയിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നോട് നിങ്ങൾ അഭിപ്രായം ചോദിച്ചിട്ടില്ല, നിങ്ങൾ മുസ്ലിങ്ങളോട് കൂടിയാലോചിച്ചിട്ടുമില്ല. അതിനാൽ ഞാനിതാ ഈ ബൈഅത്ത് നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളാണ് തെരഞ്ഞെടുക്കേണ്ടത്, നിങ്ങൾ ഓരോരുത്തരുമാണ് തെരഞ്ഞെടുക്കേണ്ടത്. അതല്ലാതെ ഒരു ഭരണാധികാരി, ഒരു രാജാവ് പറയുന്ന രീതിയെ ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ ആളുകൾക്കൊക്കെ അത്ഭുതം. കാരണം ഇത് ഖുലഫാഉ റാഷിദുകളുടെ രീതിയാണ്. ഖുലഫാഉ റാഷിദുകൾക്ക് ശേഷം ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അധികാരം കയ്യിൽ വന്നിട്ടും ഭരണം കയ്യിൽ വന്നിട്ടും അത് വേണ്ടെന്ന് പറയുന്ന രീതി ഖുലഫാഉ റാഷിദുകളുടെ രീതിയാണ്. അതുകൊണ്ട് ജനങ്ങൾ ചിന്തിച്ചു, ഇത് തന്നെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് ഖലീഫയാകാനുള്ള ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത്. അദ്ദേഹം ഖിലാഫത്ത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഖലീഫയാകാനുള്ള ഏറ്റവും വലിയ യോഗ്യത.